നിങ്ങൾക്കറിയാം, ജീവിതത്തിലെ ചില പ്രത്യേകമാർക്കുന്ന സാഹചര്യങ്ങളാണ് പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവിനോടുകൂടെ മരിക്കുവാൻ തക്കണം ഒരുക്കപ്പെട്ട് നിന്നവനാണെങ്കിലും ആ മരണത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥകളിൽ കൂടെ താൻ കടന്നു പോകുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുവാനായിട്ട് കാരണമായി തീർന്നതാ. പത്രോസിന് വലിയ ആഗ്രഹമുണ്ട് ഈ കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കണമെന്ന്. പക്ഷെങ്കിൽ കടന്നു വന്നതായിരിക്കുന്ന സർക്കംസ്റ്റാൻസ്, സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ആ സാഹചര്യങ്ങൾ മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുവാൻ സാധിക്കാതെ താൻ കഴിയുന്നിടത്തോളം ഒഴിഞ്ഞു മാറുന്നൊരു അനുഭവമാണ്. സ്വർഗസ്ഥനായിരിക്കെ ദൈവം ഒരു വേർഡ് പറഞ്ഞു. തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനോ ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് തന്റെ പുത്രനെ കൊടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചുവെന്ന് പറഞ്ഞപ്പോൾ യേശു പൂർണ്ണമായിട്ട് അവന് പാപം ക്ഷമിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് മാത്രം മതിയായിരുന്നു. പക്ഷെങ്കിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്നതിന്റെ കാരണമെന്ന് പറയുന്നത് തന്റെ ആധരങ്ങൾ കൂടെ കടന്നു വന്നതായിരിക്കുന്ന വാക്കിന് നിവർത്തി വരുത്തേണ്ടതിനോ സ്വർഗസ്ഥനാർക്ക് ദൈവം തന്റെ പുത്രനെ കൊടുത്തു.